ഡോക്യുമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഉപയോഗിക്കാത്തവരുണ്ടാവില്ല, പ്രത്യേകിച്ച് വേർഡിൽ. വളരെ നല്ലൊരു ഫെസിലിറ്റിയാണ് ഈ ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. നമുക്കൊരു പ്രത്യേക വാക്ക് അല്ലെങ്കിൽ അതിന് പറയുന്നതാണ് സ്ട്രിങ് വളരെ പെട്ടെന്ന് കണ്ടെത്താനും ആ പ്രത്യേക സ്ട്രിങ് വേർഡ് എന്ന ആ ഡോക്യുമെൻറ്റിൽ എത്ര തവണ എത്ര ഇൻസ്റ്റൻസ് എന്നാണ് പറയുക, എത്ര തവണ അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നും അതുപോലെയുള്ള കൗണ്ടിങ്ങും മറ്റു കാര്യങ്ങളും സാധ്യമാക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു സംവിധാനമാണ്. ഫൈൻഡ് ഉപയോഗിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാൽ ഫൈൻഡിൻ്റെ ബോക്സ് നമുക്ക് മുന്നിൽ ഇങ്ങനെ തടസ്സമായി നിൽക്കുന്നത് പലപ്പോഴും ഒരു അലോസരത സൃഷ്ടിക്കാം. ഇത്തരം സന്ദർഭങ്ങളിൽ അടുത്ത ഇൻസ്റ്റൻസ് ഫൈൻഡിൻ്റെ അതേ സ്ട്രിങ്ങിലുള്ള അടുത്ത ഇൻസ്റ്റൻസ് കാണാനുള്ള സംവിധാനമാണ് ഒന്ന് നാവിഗേഷൻ, രണ്ട് നമ്മുടെ എന്താ പറയുക ഷിഫ്റ്റ് F4. ഷിഫ്റ്റ് പിടിച്ചുകൊണ്ട് F4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഷിഫ്റ്റ് F4 എന്ന് പറയുന്നത് ഫങ്ഷൻ കീ ആണ്. F4 ഇത് അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത ഇൻസ്റ്റൻസിലേക്ക് പോകുന്നതായിട്ട് കാണാം. നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഞാൻ ഡോക്യുമെൻ്റ് തുറന്നു വെച്ചിട്ടുണ്ട്. ഇതിൽ കൺട്രോൾ F ആണ് എന്താ പറയുക ഫൈൻഡിൻ്റെ മെത്തേഡ്. ഇവിടെയാണ് നാവിഗേഷൻ വരുന്നത്. നമുക്ക് കാണേണ്ട ഇത് നമ്മളിവിടെ നോക്കാം. ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് ദ എന്നുള്ളതാണ്, THE. ഈ ദ എന്നുള്ളത് ഈ പ്രത്യേക ടെക്സ്റ്റ് ഭാഗത്തിൽ 28 തവണ നമുക്ക് വന്നിരിക്കുന്നതാണ് കാണാം. 28 മാച്ചസ് ഇവിടെ കാണാൻ പറ്റും. ഇനി ആ മാച്ചസ് എല്ലാം ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കാണാം, കണ്ടോ? ഇനി നമ്മൾ ഓരോന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓരോ സന്ദർഭത്തിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സന്ദർഭത്തിലുള്ള ആ പ്രത്യേക സ്ട്രിങ് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നതായിട്ട് കാണാം, കേട്ടോ? നമുക്ക് ആ പ്രത്യേക സ്ട്രിങ്ങിൻ്റെ ഭാഗത്തേക്ക് പെട്ടെന്ന് പോകാനായിട്ട് ഈ നാവിഗേഷനിലെ ഇൻസ്റ്റൻസുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. എന്നാൽ നാവിഗേഷൻ ബാർ ഇല്ലാതെ തന്നെ അടുത്ത ഇൻസ്റ്റൻസിലേക്ക് പോകാനായിട്ട് നമുക്ക് ഷിഫ്റ്റ് കീ പിടിച്ചുകൊണ്ട് F4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഓരോ ഇൻസ്റ്റൻസിലേക്കും പോകുന്നതായിട്ട് കാണാം, കണ്ടോ? ഞാനിവിടെ ഷിഫ്റ്റ് പിടിച്ചുകൊണ്ട് എന്താ പറയുക F4 പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്.